ചില ക്ലിപ്പുകളൊക്കെ കാണിക്കുക, അത് നൈസാണ്. അപ്പോൾ നമ്മളിപ്പോൾ എന്നാ ഉണ്ടാക്കാൻ പോകണം? സൺഡേ ഉണ്ടല്ലോ, ഇത്ര നേരം ചുമ്മാ റെസ്റ്റ് എടുക്കുമായിരുന്നു. ആ ഉറക്കവും സിനിമ കാണലും ഒക്കെ ആയിട്ട് ഇങ്ങനെ ചുമ്മാ ഇരിക്കുമായിരുന്നു. വൈകുന്നേരം എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കാമെന്ന് വെച്ച് ഞാൻ കുറച്ച് ചിക്കനൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് ഫ്രീസ് ഔട്ട് ചെയ്യാൻ വെച്ചു കേട്ടോ. പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് ചൂടൻ വെള്ളത്തിലിട്ട് വെച്ചേക്കുക. വേണ്ടിയില്ലേ, ചൂടൻ വെള്ളത്തിൽ ലെഗ് പീസ് ഇട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ ഓർത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് അരി കഴുകി വെള്ളത്തിലിട്ടിട്ടുണ്ട്. അരി വേവിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇന്നലെ ഉണ്ടാക്കി ചിക്കൻ കറി കുറച്ച് നോക്കാം. എന്നാൽ പിന്നെ 2 ഫ്രോസൺ പൊറോട്ട ചൂടാക്കി ഉച്ചത്തെ ഫുഡ് കഴിക്കാൻ ഓർത്തുകൊണ്ടിരിക്കുക കേട്ടോ. സമയം ഇപ്പോൾ 3 മണിയായി, ഉച്ചയൊക്കെ കഴിഞ്ഞു. കണ്ടില്ലേ, പൊറോട്ടയും ചിക്കൻ കറിയും, എന്താ അവൻ്റെ സെറ്റപ്പ്. അപ്പോൾ ഇതിന് കഴിച്ചിട്ട് വേണം. ഇത് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ വെള്ളം ചൂടാവും. ആ സമയത്ത് നമുക്ക് അരി ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പരിപാടികൾ ചെയ്യാം കേട്ടോ. നൈസാണ്. പിന്നെ ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകണമെന്ന് പറയുമ്പോൾ ചിക്കൻ ഫ്രൈഡ് റൈസും പിന്നെ ചില്ലി ചിക്കനും. അത് നമ്മൾ വേറൊരു പ്രത്യേക രീതിയിലായിട്ട് ഉണ്ടാക്കണേ. വേറൊന്നുമല്ല, നമുക്ക് ഇവിടെയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം അവിടെ വെച്ചിട്ട് നമ്മളൊന്ന് റെഡിയാക്കാൻ പോവാം. ഒതൻറ്റിക് ചില്ലി ചിക്കൻ എന്നൊന്നും പറയാൻ പറ്റില്ല, ചില്ലി ചിക്കൻ അങ്ങനെ ഒരു പേരിട്ട് വിളിക്കാം. നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു കേട്ടോ. അതേ ഞാൻ അരി കഴുകി വെള്ളത്തിലിട്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തെ വെള്ളം തിളച്ചപ്പോൾ അതിൻ്റെ അകത്തിട്ടിട്ടില്ല. പിന്നെ നമുക്കിതൊരു 80% വേവിച്ചെടുക്കണം. നമ്മളങ്ങനെ ഫ്രൈഡ് റൈസിൻ്റെ റൈസ് വേവിച്ച് മാറ്റിയിട്ടോ. അതുപോലെ നമ്മുടെ ചിക്കൻ്റെ ഐസ് പോയി. അപ്പോൾ ഫ്രൈഡ് റൈസിനുള്ള കുറച്ച് വെജിറ്റബിൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. നമ്മൾ ഫ്രോസൺ വെജിറ്റബിൾ കേട്ടോ. നമ്മളീ പറഞ്ഞ പോലെ എന്താ പറയുക, ഇത് ഫ്രൈഡ് റൈസിന് പറ്റിയെന്നല്ല, ഇച്ചിരി വലിയ വെജിറ്റബിൾസാണ്. ഇതിട്ടാണ് നമ്മളൊന്ന് സെറ്റ് ചെയ്യണേ. ചിക്കൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടോ. നമുക്ക് ചിക്കൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യണം. നമ്മളങ്ങനെ ചിക്കൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ചിക്കൻ ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിത് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചാണ് ചിക്കൻ്റെ അകത്തിട്ടുണ്ടല്ലോ, കോൺഫ്ലവർ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഉപ്പ്, പിന്നെ ഒരു മുട്ടായും കൂടെ ഇട്ടിട്ടുണ്ടല്ലോ. നമുക്കൊന്ന് ചെറുതായിട്ട് കോട്ട് ചെയ്തെടുക്കാം കേട്ടോ. ചെറുതായിട്ട് ചിക്കൻ ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ടോ. ഇനി നമ്മുടെ ഓയിൽ ചൂടായി തുടങ്ങി. ചിക്കൻ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ക്യാപ്സിക്കും സവാളയും അതുപോലെ തന്നെ കുറച്ച് ഗ്രീൻ ചില്ലി, ജിഞ്ചറും ഗാർലിക്കൊക്കെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമ്മുടെ ചിക്കൻ ലൈറ്റായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് മാറ്റാം. ഈ ബാക്കിയുള്ള ചിക്കനും കൂടെ നമുക്കിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം.
നമ്മുടെ ചില്ലി ചിക്കൻ അവിടെ ഇങ്ങനെ ഫ്രൈ ചെയ്യാണ്ടിരിക്കും കേട്ടോ. ഇവിടെ കുറച്ച് ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ ഫ്രൈ ചെയ്യാനുണ്ട്. അപ്പോഴത്തേനും നമ്മുടെ ചില്ലി ചിക്കന് ആവശ്യമായിട്ടുള്ള ജിഞ്ചർ, ഗാർലിക്, ഗ്രീൻ ചില്ലി, അതുപോലെ കുറച്ച് ക്യാപ്സിക്കം, പിന്നെ കുറച്ച് ഒനിയൻ ക്യൂബായിട്ടും പിന്നെ കുറച്ച് ഒനിയൻ ചോപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ചോപ്പ് ചെയ്തെടുത്താൽ നമുക്ക് ആ ഗ്രേവിക്ക് ഒരു ഇച്ചിരിയുടെ ഒരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. സൺഡേ ഈവനിങ് നമ്മൾ എന്തെങ്കിലും കളറാക്കാൻ പോവാം. ഇനി നമുക്ക് കുറച്ച് ചിക്കനുകൂടെ വെട്ടാൻ കേട്ടോ. നമ്മുടെ ചിക്കൻ ഫ്രൈഡ് റൈസിനുള്ള ചിക്കനും കൂടെ നമുക്ക് വെട്ടാൻ. ഞാനിപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ കാണിക്കണത് എന്നാ വെച്ചാൽ നമുക്ക് ഈ പ്രവാസ ജീവിതത്തിൽ അല്ലെങ്കിൽ വീട്ടിലൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രീതി കേട്ടോ. ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാം, അത്രേ ഉള്ളൂ. ഇതിപ്പോൾ ഒതൻറ്റിക് റെസിപ്പി ആണോയെന്ന് വെച്ചാൽ ഒതൻറ്റിക് റെസിപ്പിയൊന്നുമല്ല, പക്ഷേ എന്നാലും ഇങ്ങനെ ചെയ്താലും വലിയ തെറ്റൊന്നുമില്ല, സംഭവം അടിപൊളിയായിരിക്കും. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ചിക്കനും കൂടെ ഫ്രൈ ചെയ്തു കേട്ടോ. ഇത്രയും കൂടെ ഉള്ളൂ. ഇതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. ആ ഒരു ഗ്യാപ്പിൽ ഞാൻ ഫ്രൈഡ് റൈസിട്ടുള്ള ചിക്കൻ കുറച്ച് കട്ട് ചെയ്ത് വെച്ചോട്ടോ. ഞാൻ ഫ്രൈഡ് റൈസ് ഇച്ചിരി റിച്ച് ആയിക്കോട്ടെ എന്ന് വെച്ച് വലിയ കഷ്ണങ്ങളായിട്ടാട്ടോ കട്ട് ചെയ്തേക്കണേ. സെറ്റ് ആയിക്കോട്ടെ എന്ന് ഓർത്ത്. ശരിക്കും തോന്നണില്ല കേട്ടോ, ഈ റൈസും ഇതെല്ലാം കൂടി ഈ ഒരു പാത്രത്തിൻ്റെ അകത്ത് മിക്സാക്കാൻ പറ്റുമെന്ന് തോന്നണില്ല. നോക്കാം. ഓൾമോസ്റ്റ് നമ്മുടെ ചിക്കൻ ആയിട്ടോ. ഞാൻ ഒത്തിരി ഡീപ്പ് ഫ്രൈ ചെയ്യാത്ത ചിക്കൻ ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടിക്കോട്ടെ എന്ന് ഓർത്താട്ടോ. ഇനി നമുക്ക് ഈ ഓയിൽ തന്നെ നമ്മുടെ ഫ്രൈഡ് റൈസിനുള്ള ചിക്കൻ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഞാൻ ഫ്രൈഡ് റൈസിൻ്റെ ചിക്കൻ ഇതിൻ്റെ അകത്ത് സോട്ട് ചെയ്തെടുക്കാൻ നേരത്ത് കുറച്ച് ഉപ്പ് ചേർക്കണം കേട്ടോ. ഓൾറെഡി നമ്മൾ റൈസിൽ കുറച്ച് ഉപ്പ് ചേർത്താണ് ബോയിൽ ചെയ്ത് വെച്ചേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ചിക്കനും കൂടെ അങ്ങ് സോട്ട് ചെയ്ത് വയ്ക്കുമ്പോൾ ഇച്ചിരി ഉപ്പിട്ട് ഇതങ്ങ് സോട്ട് ചെയ്ത് വെച്ചാൽ നല്ല നമ്മുടെ ചിക്കൻ്റെ കളറ് മാറി വൈറ്റ് കളറായി തുടങ്ങിയിട്ട് അത് ചിക്കൻ കുക്കായി വന്നു തുടങ്ങേണ്ട ഒരു ഇതാട്ടോ. നമ്മുടെ ഫ്രൈഡ് റൈസിനുള്ള ചിക്കൻ ആയിട്ടോ. നമുക്കിതങ്ങ് മാറ്റാം. അപ്പോൾ നമ്മുടെ ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പാത്രം ഒന്ന് വാഷ് ചെയ്തെടുക്കണം. ഒരു മിനിറ്റ്. അതായത് നമ്മുടെ പാത്രം പിന്നെയും വാഷ് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ചില്ലി ചിക്കൻ ഉണ്ടാക്കാനുള്ള കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ അകത്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കണേ ജിഞ്ചർ, ഗാർലിക്, ഗ്രീൻ ചില്ലി എല്ലാം ഇട്ട് കൊടുക്കാം. നമ്മൾ കട്ട് ചെയ്ത് വെച്ചെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് സോട്ട് ആവട്ടെ കേട്ടോ. നമ്മൾ ആ ഒരു ഗ്യാപ്പിൽ കുറച്ച് പെപ്പർ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മസാലകളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ കയ്യിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചോട്ടോ നമ്മളിപ്പോൾ ഈ സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്യണേ. നമ്മൾ പിന്നെ കുറച്ച് ലീക്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മളിത് ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ലീക്സും കൂടെ ഇത് സോട്ട് ചെയ്യുമ്പോൾ ഇട്ട് കൊടുക്കാം. ഒരു നല്ല ഫ്ലേവർ കിട്ടും. ചില ക്ലിപ്പുകളൊക്കെ കാണിക്കുക. അത് ഞാൻ തന്നെ ഫോണിങ്ങനെ കൈ പിടിച്ച് വീഡിയോ എടുക്കണുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ചില കാര്യങ്ങൾ കാണിക്കാതെ. ഇപ്പോൾ ഈ പറഞ്ഞ ഈ ഇങ്ങനെ ഇടുന്ന കാര്യങ്ങളൊക്കെ കാണിക്കാത്തത്. ഞാൻ തന്നെ ഫോണിങ്ങനെ കൈ പിടിച്ചിട്ട് ഒരു കൈ കൊണ്ട് സംഭവം ചെയ്യണോണ്ട് കേട്ടോ. നമ്മുടെ ക്യാപ്സിക്കും, ഒനിയനും, ജിഞ്ചറും, ഗാർലിക്കൊക്കെ ശരിക്കും ഒന്ന് സോട്ടായി തുടങ്ങി കേട്ടോ. അപ്പോൾ വെജിറ്റബിൾ ഞാനിങ്ങനെ പൊട്ടിച്ചിട്ടു കേട്ടോ ഒരു പാത്രത്തിട്ടോ. ഭയങ്കര ഐസാണ് അതൊന്ന് പോകാൻ വേണ്ടിയിട്ട്. ഞാൻ ഈ ചില്ലി ചിക്കൻ്റെ അകത്ത് ഇടാൻ വേണ്ടിയിട്ട് കെറ്റിലിൽ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ ക്യാപ്സിക്കും ഒനിയനൊക്കെ ചെറുതായിട്ടൊന്ന് സോട്ടായിട്ടൊന്നും ഇത് ഒത്തിരി ഓവറായിട്ട് കുക്ക് ചെയ്യണ്ട. ജസ്റ്റ് ഇട്ട് സോട്ടായി കിട്ടിയാൽ മതി. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്തിട്ട് കുറച്ച് മസാല ഇട്ട് കൊടുക്കാം കേട്ടോ. മസാല എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. ഞാനിവിടെ ശരിക്കും ചൈനീസൊക്കെ ഉപയോഗിക്കാൻ നേരത്തെ അതിൻ്റെ അകത്ത് ചില്ലി പേസ്റ്റാണ് ചേർക്കണേ. അപ്പോൾ അതില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് കാശ്മീരി മുളക് കൂടി ചേർക്കും കേട്ടോ.
കാശ്മീരി മുളക് പൊടി ചേർക്കണ എന്തിനാ വെച്ചാൽ ഒന്ന് ജസ്റ്റ് നല്ലൊരു കളർ കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഒരു ചെറിയൊരു സ്പൈസി നല്ലൊരു ടേസ്റ്റ് ആവും. നന്നായിട്ട് സോട്ടാക്കി. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ചേർക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ ടൊമാറ്റോ സോസും അതുപോലെ തന്നെ ചില്ലി സോസ് ഉണ്ടെങ്കിൽ ചേർക്കാം. എൻ്റെ അടുത്ത് ചില്ലി സോസ് ഇല്ല. നമുക്ക് കുറച്ച് സോയയും കുറച്ച് സോയ സോസ് ചേർക്കട്ടെ. ഡാർക്ക് സോയ കേട്ടോ. നന്നായിട്ട് തൊട്ടാക്കി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് ചൂടുവെള്ളം ചേർക്കാം. ശരിക്കും ഇതിൻ്റെ അകത്തോട്ട് ചിക്കൻ്റെ സ്റ്റോക്ക് ചേർക്കുവാണെങ്കിൽ അടിപൊളിയാണ്. ഞാൻ ദേ ഇപ്പോൾ ഇച്ചിരി ചൂടുവെള്ളമായിട്ട് ചേർക്കണേ. വെള്ളം ചേർത്തുകൊണ്ട് സംഭവം പെട്ടെന്ന് തിളച്ചു. ഇതിൻ്റെ അകത്തോട്ട് ഞാനിന്നിപ്പോൾ ഈ ചില്ലി ചിക്കൻ ചെയ്യണത് ഒരു തിക്ക് ഗ്രേവിയിലാട്ടോ, ഒരു തിക്ക് ഗ്രേവിയിൽ. അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചു തുടങ്ങി. അപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് ചേർക്കാനുള്ള മസാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാൾട്ട്, പെപ്പർ, അജിനാമോട്ടോ, ഷുഗർ, അത്രേ ഉള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ കയ്യിൽ അജിനാമോട്ടോ ഇല്ല, അപ്പോൾ അതുകൊണ്ട് അത് ചേർക്കാനുള്ള ഷുഗറും സോൾട്ടും പിന്നെ ബ്ലാക്ക് പെപ്പർ ഞാൻ കുറച്ച് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ, അതും ചേർക്കും കേട്ടോ. ഞാൻ ഒരു ഗ്ലാസ്സിൽ കോൺഫ്ലവർ കലക്കിയെടുത്തിട്ടുണ്ട്. നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കോൺഫ്ലവർ അങ്ങ് ചെല്ലുമ്പോഴത്തേനും ഗ്രേവിയുടെ ആ ഒരു കണ്ടീഷൻ തന്നെ അങ്ങ് മാറും കേട്ടോ. എനിക്ക് കുറച്ചും കൂടെ ഡാർക്കായിട്ടിരിക്കുന്ന ഇഷ്ടം, അതുകൊണ്ട് ഞാൻ കുറച്ച് സോയാ സോസും കൂടി ചേർക്കും കേട്ടോ. കുറച്ചും കൂടെ തിക്കാക്കാം. ഈ ഒരു കയ്യിൽ ഫോൺ ഇങ്ങനെ പിടിച്ചിട്ട് ഒരു കൈ കൊണ്ട് ചെയ്യണോണ്ട് കറക്റ്റ് ആംഗിളിലൊന്നും അല്ല കേട്ടോ പിടിച്ചേക്കണേ. ഓക്കെ, സംഭവം നല്ല തിക്കായിട്ട് നമുക്ക് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചാണ് ചിക്കനിൻ്റെ അതിട്ട് കൊടുക്കാം. ഇതൊന്നൂടെ ചിക്കൻ ഒന്ന് ചൂടാവട്ടെ കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല, ഞാൻ ചിക്കൻ ഭയങ്കര സോഫ്റ്റായിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തത്. അപ്പോൾ അതുകൊണ്ട് ഒന്നുകൂടെ ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. സംഭവം സെറ്റാണ്. ഞാൻ കുറച്ച് ലീക്സും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ലീക്സ് ചില്ലി ചിക്കന് നല്ലൊരു ഫ്ലേവർ കൊടുക്കും. ആ ഭയങ്കര രസമാണ് ലീക്സിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ചില്ലി ചിക്കൻ സെറ്റായിട്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് അങ്ങ് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ ഫ്രൈഡ് റൈസ് അടിക്കാനുള്ള പരിപാടി ചെയ്യാം. അതിൻ്റെ ഇടയ്ക്ക് ഇത് ഇൻഡക്ഷൻ കുക്കർ ഓഫ് ആയി. ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചില്ലി ചിക്കൻ്റെ കൺസിസ്റ്റൻസി എന്നൊക്കെ പറഞ്ഞാൽ പക്കയാട്ടോ. പിന്നെ ഒന്ന് തണുക്കുമ്പോൾ കുറച്ചും കൂടെ തിക്കാവും. അതെ, നമ്മുടെ ഫ്രൈഡ് റൈസിൻ്റെ ചട്ടി കയറ്റിയിട്ടോ. നമ്മുടെ മുട്ട ട്രേക്കകത്ത് 2 മുട്ടയുള്ളൂ. എന്ത് ചെയ്യും മല്ലയ്യ, കുഴപ്പമില്ല, നമുക്ക് 2 മുട്ട വെച്ച് സെറ്റ് ചെയ്യാം. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ ഇഷ്ടം പോലെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. വെജിറ്റബിൾ ഇഷ്ടം പോലെ ഉണ്ട്.
എൻ്റെ ഒരു ബലമായ സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റൈസും ഈ ചിക്കനും ഈ വെജിറ്റബിളും എല്ലാം കൂടെ കൂടി ഇതിൻ്റെ അകത്തോട്ട് കയറി മിക്സ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയാൻ പാടില്ല. എന്നാലും സംഭവം കളറാവട്ടെ. നമുക്കതേ ചൂടായി. ചൂടായി വന്ന ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ എന്നാ ഉണ്ടാക്കാൻ പോകണം? നമ്മൾ ചിക്കൻ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കൻ ഓൾറെഡി സെറ്റായി. ഇനി ചിക്കൻ ഫ്രൈഡ് റൈസിൻ്റെ പരിപാടി കേട്ടോ. ഇതൊക്കെ ഉണ്ടാകണം എന്നാണെന്നറിയാമോ? നമ്മളൊരു ഇൻറ്റിമേറ്റ് സുഹൃത്ത് ഇന്ന് നമ്മളെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ വരണ്ടേ. അപ്പോൾ ഓന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതെല്ലാം സെറ്റ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ വലിയ ഹെവി ഫുഡുകളൊന്നും നമ്മുടെ ഇവിടെ ഉണ്ടാക്കാറില്ല. നമ്മൾ വല്ല പരിപ്പ് കറിയോ ചപ്പാത്തിയോ അല്ലെങ്കിൽ ഇച്ചിരി ചോറോ കഞ്ഞിയോ അച്ചാറൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുക. അപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് വന്നുകൊണ്ടാണ് അവനൊരു ചെറിയൊരു ട്രീറ്റ് പോലെ സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതെല്ലാം സെറ്റ് ചെയ്യണേ. ഇതേ നമ്മുടെ മുട്ട റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. മുട്ട അത്യാവശ്യം സെറ്റായിട്ടോ. നമുക്ക് അതിൻ്റെ അകത്തിട്ട് നമ്മുടെ ഫ്രോസൺ വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. കൊള്ളാം, സൂപ്പർ. ഇതെല്ലാം മറ്റേ ഇത് എന്ത് വെജിറ്റബിളത്? അത് കുക്കുംബറൊക്കെ ഉണ്ട് കേട്ടോ. ബ്രൊക്കോളി, ക്യാരറ്റ്, ക്യാബേജ് ഇല്ല. ബ്രൊക്കോളി ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, ബീൻസ് ഉണ്ട്. പക്ഷേ ഇത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെജിറ്റബിൾ ഐസായതുകൊണ്ട് പിന്നെ അതിട്ട് വെള്ളം ഇറങ്ങും. നമ്മളിനി വെള്ളം വറ്റിച്ചിട്ട് വേണം ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ. വെള്ളം ഒന്ന് വറ്റിക്കട്ടെ കേട്ടോ. ഈ ഫ്രോസൺ വെജിറ്റബിൾ ഇതിൻ്റെ കൂടെ കിട്ടിയപ്പോൾ ഉണ്ടല്ലോ, അതിൻ്റെ അന്ന് ഐസ് അങ്ങ് മെൽട്ടായിട്ട് വെള്ളം ഇറങ്ങിയിട്ട്. അപ്പോൾ ഞാനത് വെള്ളം ഒന്ന് പെട്ടെന്ന് വറ്റിപ്പോകാൻ വേണ്ടി ഇതെല്ലാം കൂടെ സൈഡിലിട്ട് ഇങ്ങനെ വലിഞ്ഞ് വെച്ചേക്കും. അങ്ങനെ നമ്മുടെ വെജിറ്റബിളിൻ്റെ വെള്ളമൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തിട്ട് നമ്മുടെ നേരത്തെ നമ്മൾ സോട്ട് ചെയ്ത് വെച്ചാൽ ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈഡ് റൈസിൻ്റെ ചിക്കനും കൂടി ഇട്ട് കൊടുത്തേക്കോട്ടെ. നമ്മളിനി ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാലും ഈ റൈസ് ഇതിൻ്റെ അകത്തിട്ട് ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ട്. ഇതിൻ്റെ അകത്തിട്ട് ഈ റൈസിനും കൂടി ഇട്ടിട്ട് എന്തെങ്കിലും മിക്സ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് റൈസിനും കൂടെ ഉള്ള മസാല ഇതിൻ്റെ അകത്തിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതങ്ങ് മിക്സ് ചെയ്തിട്ട് എങ്ങനെയെങ്കിലും നമുക്ക് റൈസ് മിക്സ് ചെയ്തെടുക്കാമെന്നുള്ളൊരു പ്ലാനിലാണ് ഞാൻ ചെയ്യാൻ വേണ്ടത്. പക്ഷേ ഇനി അങ്ങോട്ടുള്ള ഈ റൈസ് മിക്സ് ചെയ്യുന്ന സംഭവമൊക്കെ കാണിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നാനുള്ള കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ക്യാമറ അടിക്കാൻ ആരുമില്ല, നമ്മുടെ കയ്യിൽ സ്റ്റാൻഡും ഇല്ല. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തിട്ട് ആഡ് ചെയ്യാനുള്ള മസാല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് സോൾട്ട്, പെപ്പർ, അജിനാമോട്ടോ ഇല്ലാട്ടോ നമ്മുടെ കയ്യിൽ. അപ്പോൾ അതുകൊണ്ട് അതിടില്ല. പിന്നെ ക്രഷ്ഡ് പെപ്പർ ഇടും. അത് വൈറ്റ് പെപ്പറാണ് വേണ്ടത്, പക്ഷേ നമ്മുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ബ്ലാക്ക് പെപ്പർ ഇടുന്നില്ല. ഇതിടും. സ്പ്രിംഗ് ഒനിയനും വേണം, പക്ഷേ അതില്ല നമ്മുടെ കയ്യിൽ. ലീക്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലീക്സ് ഇടും. ആദ്യം പറഞ്ഞ വഴികളൊന്നും വേണ്ടി വന്നില്ല കേട്ടോ. നമ്മുടെ ഈ പാത്രത്തിലെ റൈസ് മൊത്തം ഇതിൻ്റെ അകത്ത് വീണു. അപ്പോൾ നമ്മളിതിന് ശ്രദ്ധാപൂർവ്വം ഒന്ന് ഇളക്കിയെടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ അകത്തിട്ട് ഞാനിപ്പോൾ പെപ്പർ, സോൾട്ട്, അതുപോലെ തന്നെ ഷുഗർ എല്ലാം ആഡ് ചെയ്തു. ഇനി ഇതിൻ്റെ അകത്തിട്ട് കുറച്ച് സോയാ സോസും കൂടെ ഒഴിക്കുന്നുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളിത് ആ പാത്രത്തിൽ തന്നെ സംഭവം എല്ലാം മിക്സ് ആക്കി കേട്ടോ. ഈ സാധനമെല്ലാം നമ്മളെല്ലാം സെറ്റാക്കി മിക്സ് ചെയ്തെല്ലാം റെഡിയാക്കി വെച്ചു. അപ്പോൾ നമ്മുടെ പണി തീർന്നു. അതായത് നമ്മുടെ ചില്ലി ചിക്കനും ഫ്രൈഡ് റൈസും നമ്മൾ ഓൾറെഡി സെറ്റാക്കി. അപ്പോൾ അതുകൊണ്ട് അടുപ്പങ്ങ് ഓഫ് ചെയ്യാം. ഈ പാത്രം വെച്ച് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് വെച്ചേക്കാം. ഞാൻ ബാക്കി കിച്ചണൊക്കെ ഇങ്ങനെ ഫുള്ള് ക്ലീനാക്കി സെറ്റാക്കിട്ടോ. ഇന്ന് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സുഹൃത്ത് വന്നു കഴിഞ്ഞാൽ അവൻ്റെ കൂടെ ഡിന്നർ കഴിക്കണം, നേരെ കയറി കിടന്നുറങ്ങണം, നാളെ രാവിലെ പണിക്ക് പോകണം. അതുള്ള പരിപാടി, വേറെ പ്രത്യേകിച്ച് ഒരു പരിപാടിയില്ല ഇനി. അപ്പോൾ ഞാനിനി പുള്ളി വരുന്നോടം വരെ, നമ്മുടെ പിള്ളേരെല്ലാം കൂടെ വരുന്നത്, നമ്മുടെ സുഹൃത്തുക്കൾ വരുന്നോടം വരെ നമ്മളിനി വെയിറ്റിംഗ് ആണ്. വേണ്ടില്ലേ, എല്ലാം സെറ്റായി. അപ്പോൾ നമ്മൾ പറഞ്ഞോളെ നമ്മുടെ സുഹൃത്ത് എത്തിയിട്ടോ. അപ്പോൾ ഞങ്ങളുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ നേരെ ഫുഡ് കഴിച്ചു. പുള്ളിക്ക് പോകാനുള്ള തിരക്കുള്ളതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടി ഫുഡ് കഴിച്ച് പിരിഞ്ഞു കേട്ടോ. അപ്പോൾ അടിപൊളി ഒരു കിടുക്കാച്ചി വീഡിയോ ആയിട്ട് പിന്നെ കാണാം.